രുചിയുടെ വൈവിധ്യ ലോകത്തേക്ക് പുത്തൻ ഉണർവേകാൻ സാബൂച്ച എടയൂർ അത്തിപ്പറ്റയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കേരളപ്പിറവി ദിനമായ നവംബർ 1 അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ പുന്നാഞ്ചോല മഹല്ല് പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ന് ആരംഭിച്ച നമ്മുടെ സാബൂച്ച എന്ന സ്ഥാപനം നമ്മുടെ ഈ നാട്ടിൽ നമ്മളെ ഈ ടൗണിനൊരു പുരോഗതി വരാൻ കാരണമാവട്ടെ. അതുപോലെ തന്നെ എല്ലാ രീതിയിലും വളർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അത്തിപ്പറ്റയിൽ തുടക്കം കുറിച്ച സാബൂച്ച എന്ന് പറയുന്ന ഈ സംവിധാനം പിന്നെ എല്ലാ നിലക്കും അൽഹംദുലില്ലാഹ് ആശംസകളൊക്കെ അറിയിക്കുന്നു. കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആവശ്യമായ സർവീസുകളൊക്കെ ചെയ്യാനുള്ള എല്ലാ നിലക്കുള്ള സൗകര്യവും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ നിലക്കും ആശംസകൾ അറിയിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്ന നല്ല സ്ഥാപനമാണ്. ജോലി കിട്ടുന്നത് പോലെ തന്നെ ആവശ്യമായ എല്ലാ നിലക്കും ആളുകൾ ഒരുപാട് ബന്ധപ്പെടുന്ന സ്ഥാപനം കൂടി ആയതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ വികസനം, ഈ നാട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്ഥാപനം വരിക എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനം കൂടിയാണെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. ആശംസകളൊക്കെ അറിയിക്കുന്നു. നമ്മളുടെ കഫേന്റെ പേര് സാബൂച്ച എന്നാണ്. നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് ഒരു പ്രോപ്പർ കഫേ തീമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ സാധാ കഫേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഫേ ഐറ്റംസ് മാത്രമല്ല ഉണ്ടാക്കുക, അതിന്റെ കൂടെ എന്താ പറയാ ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, അങ്ങനത്തെ സേവറി ഐറ്റംസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ പ്രോപ്പർ ഒരു കഫേയാണ്. ഒരു പ്രോപ്പർ കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിക്ചർ കോഫിയുടെ കൂടെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, നമുക്ക് കാമായിട്ട് സൂട്ടിംഗ് ആയിട്ട് ഒരു പ്ലേസ്, നമുക്ക് ആൾക്കാരുടെ കൂടെ ഗ്യാദർ ചെയ്ത് മീറ്റിംഗ്സിന് ചിൽ ഔട്ട് ചെയ്യാൻ, അങ്ങനത്തെയൊക്കെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അതിന് പറ്റിയ ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാര്യമായിട്ട് സ്വീറ്റ്സിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മളുടെ മെനുവിലാണെങ്കിലും മറ്റേ കോഫീസ്, ലാറ്റൈസ്, പിന്നെ ഫ്രാപ്പേകൾ, പിന്നെ നമ്മൾ ബോബ വെറൈറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു ക്രീമി സ്പൈസി നൂഡിൽ ഉണ്ട്. അത് മാത്രമേ നമ്മുടെ ഒരു സ്പൈസി ആയിട്ട് വരുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇത്രയും സ്വീറ്റ് കഴിച്ചിട്ട് നമ്മളൊന്ന് തിക്കാവുമ്പോൾ അതൊന്ന് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഒരു ക്രീമി ഡിലൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേഫേഴ്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഡെസേർട്ട്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഒരുപാട് കേക്ക് വെറൈറ്റീസ് ഇറക്കുന്നുണ്ട്. നമ്മൾ കേക്ക്സ് ചെയ്യുകയാണെങ്കിലും ഒരു വെജിറ്റബിൾ ഫാറ്റ് അങ്ങനത്തെ ബേസിലല്ല, നമ്മൾ ഡയറി ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നതല്ല കേക്ക്സിന് വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സാധനം അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മോട്ടീവോടെയാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. അത് എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റും നമുക്കറിയില്ല, എന്നാലും നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിൽ നമ്മളുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കും. ഇത് പിന്നെ ഇതാണ് എൻ്റെ സപ്പോർട്ടിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഷെഫ്, ഇതും നമ്മുടെ ഷെഫാണ്. ഇയാളുടെ പേര് റബീബ, ഒരു പേസ്ട്രി ഷെഫാണ്. ഇത് വന്നിട്ട് ദിൽഷാദ്, ഇത് നമ്മളുടെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇത് വന്നിട്ട് അനീക്ക എന്ന് പറയും. ഇവരാണ് നമ്മളുടെ ക്രൂ, നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയില്ലേ. നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവര് നല്ല രീതിക്ക് നമ്മൾ സെർവ് ചെയ്യണം, അപ്പൊ അവര് നമ്മളെ നന്നായി സെർവ് ചെയ്യും. അപ്പോഴേ നമുക്ക് ആൾക്കാരെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നന്നായിട്ട് ആൾക്കാരെ സെർവ് ചെയ്താൽ മാത്രം നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു വെഞ്ചർ നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 10 to 10 എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വീക്കെൻഡ്സിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, ചിലപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് നമ്മൾ വരുത്താം. പിന്നെ മെനു ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സീസണലായിട്ട് നമുക്ക് ചില സീസൺസിൽ നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് കൂടും, ചില സീസൺസിൽ നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് കുറയും. പിന്നെ എന്നും മധുരം കഴിച്ചാൽ ഈ കടയിൽ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു മെന്റാലിറ്റി ആൾക്കാർക്ക് ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്വീറ്റ്സിൽ അങ്ങനെ തുടങ്ങും. എല്ലാതും നമ്മളൊരു മധുരത്തിൽ നിന്ന് തുടങ്ങണമെന്നാണല്ലോ നമ്മുടെ ലോഗോയിൽ പറഞ്ഞ പോലെ, ഒരു മധുരപ്പിറവി മധുരത്തിൽ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഇതെന്റെ ആദ്യത്തെ വെഞ്ചറാണ്.
എൻ്റെ ഒരുപാട് കാലത്തെ ഡ്രീമായിരുന്നു ഒരു കഫേ എന്നുള്ള ഒരു ഇത്. അപ്പോൾ ആദ്യത്തെ ഒരു ഡ്രീമാണ്. ഞാൻ ഈ കഫേ വിസിറ്റ് ചെയ്തപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഫുൾ ഓഫ് നമ്മളുടെ ഫാമിലിയും അതേപോലെ ഫ്രണ്ട്സ് വൈപ്പ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഒപ്പം വന്നിരിക്കാനുള്ള അപ്പോൾ ഫുള്ള് ഓഫ് ട്രെൻഡ് അതാണ്. ഫ്രണ്ട്സിന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു കഫേയാണ്. പിന്നെ ഫുഡ്സ് ആയാലും ഒരു ഭയങ്കര കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് എല്ലാവർക്കും കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, വരിക, വിസിറ്റ് ചെയ്യുക. 4:30 അത്തിപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സബൂച്ച കഫേ കുറേ മഹത് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കേക്ക് ഐറ്റംസ്, അതേപോലെ ഐസ്ക്രീം ഐറ്റംസ്, അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോഫി, പിന്നെ പല വെറൈറ്റി പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഉള്ള ഒരു കഫേയാണ്. അപ്പോൾ സ്റ്റുഡൻസിനും മുതിർന്നവർക്കും ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് പിന്നെ എൻജോയ് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ ഈ കഫേയിലേക്ക് സ്വാഗതം ചെയ്യാം. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒടുങ്ങാത്ത രുചിയുടെ ആഘോഷവുമായാണ് സാബൂച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന രുചികളുടെ മഹാസാഗരം തീർത്തിരിക്കുകയാണ് സാബൂച്ച. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.